നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നക്ഷത്രമണ്ഡലത്തിലെ 18ാമത്തെ നക്ഷത്രമായ ബുദ്ധിശക്തിയുടെയും നേതൃപാടവത്തിൻ്റെയും പ്രതീകമായ തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ്. 2026 എന്ന പുതുവർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നൽകാൻ പോകുന്ന വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ. കഴിഞ്ഞ കുറേ കാലങ്ങളായി തൊഴിലിൽ അസ്ഥിരതയും ചെയ്യുന്ന ജോലിക്ക് അർഹമായ അംഗീകാരം കിട്ടാത്ത അവസ്ഥയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് മടുത്തവരാണ് നിങ്ങളിൽ പലരും എന്നെനിക്കറിയാം. തൃക്കേട്ട് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്നാണ് അർത്ഥം. അതായത് ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മൂത്തയാൾ. കുടുംബത്തിലെ മൂത്തയാളെ പോലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ തലയിലേറ്റാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം പലപ്പോഴും മറന്നുപോകുന്നവർ. എന്നാൽ 2026 കടക്കുമ്പോൾ ആ വിധി മാറാൻ പോകുകയാണ്. കാലം നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറുമൊരു മാറ്റമല്ല, തൊഴിലിലും ജീവിതത്തിലും വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ്. അതെങ്ങനെയാണെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ, നിങ്ങൾ പൊതുവെ ആരോടും പരാതി പറയാത്ത പ്രകൃതക്കാരാണ്. ഉള്ളിൽ തീക്കനലിരിയുമ്പോഴും പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുന്നവർ. വൃശ്ചികക്കൂറിലാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. 2025 വരെ അല്ലെങ്കിൽ അതിനു മുൻപുള്ള കുറച്ചു വർഷങ്ങൾ നിങ്ങൾക്ക് വലിയ പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. തൊഴിൽ സ്ഥലത്ത് ശത്രുക്കൾ, കൂടി നിൽക്കുന്നവർ തന്നെ പാരവെക്കുന്ന അവസ്ഥ, അർഹതപ്പെട്ട പ്രമോഷനുകൾ തടഞ്ഞുവെക്കപ്പെടുക, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ സന്തോഷിച്ചോളൂ, 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു രാജയോഗത്തിൻ്റെ വർഷമാണ്, പ്രത്യേകിച്ച് കർമ്മമേഖലയിൽ. എന്തുകൊണ്ടാണ് 2026 നിങ്ങൾക്ക് ഇത്രയധികം അനുകൂലമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഗ്രഹനിലകൾ അത്രത്തോളം ശക്തമായി നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ നക്ഷത്രനാഥൻ ബുധനാണ്, ബുദ്ധിയുടെ കാരകൻ. 2026 നിങ്ങളുടെ ബുദ്ധിശക്തിയും സാമർഥ്യവും പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. തൊഴിലില്ലാതെ അലയുന്നവർക്ക് 2026 ഒരു ആശ്വാസ തീരമായിരിക്കും. എത്ര ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടും എത്ര പരീക്ഷകൾ എഴുതിയിട്ടും തൊഴിൽ ലഭിക്കാത്തവർക്ക് 2026 ആദ്യ പകുതിയിൽ തന്നെ മനസ്സിനിണങ്ങിയ ജോലി ലഭിക്കാനുള്ള ശക്തമായ യോഗം കാണുന്നുണ്ട്. അത് ചിലപ്പോൾ സർക്കാർ മേഖലയിലാകാം, അല്ലെങ്കിൽ വൻകിട സ്വകാര്യ സ്ഥാപനങ്ങളിലാകാം. എവിടെയായാലും അവിടെ നിങ്ങൾക്കൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു സുവർണ കാലഘട്ടമാണ്. നാളുകളായി കാത്തിരുന്ന സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം, നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാൻ സാധിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗമുള്ളവരാണ്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനും നേതൃത്വം നൽകാനും ഇവർക്ക് ജന്മന കഴിവുണ്ട്. ആ കഴിവ് തെളിയിക്കാൻ 2026 നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് നിങ്ങൾ എത്തിയേക്കാം. അധികാരം നിങ്ങളുടെ കൈകളിൽ വരും. ഇനി വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യം. തൃക്കേട്ട നക്ഷത്രക്കാർ ധാരാളമായി വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി വിദേശത്തുള്ളവർക്ക് തൊഴിൽപരമായ അരക്ഷിതാവസ്ഥയുണ്ടായിരുന്നു. വിസയുടെ പ്രശ്നങ്ങൾ, ശമ്പളം കൃത്യമായി കിട്ടാത്ത പ്രശ്നങ്ങൾ, നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്ന ഭയം. എന്നാൽ 2026 ഈ ഭയമെല്ലാം മാറും. വിദേശത്ത് നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കും, ശമ്പള വർധനവുണ്ടാകും. പുതിയ വിസയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് വേഗത്തിൽ ലഭിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അമേരിക്കയിലേക്കോ കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. സ്വന്തമായി ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് 2026 ലാഭത്തിൻ്റെ വർഷമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാപാരത്തിൽ തിളങ്ങാൻ പ്രത്യേക കഴിവുണ്ട്. കാരണം ബുധനാണ് നിങ്ങളുടെ നക്ഷത്രനാഥൻ എന്ന് പറഞ്ഞല്ലോ. 2026 നിങ്ങളുടെ വ്യാപാരം വികസിപ്പിക്കാൻ സാധിക്കും. പുതിയ ശാഖകൾ തുടങ്ങാനോ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. പണം മുടക്കിയാൽ അത് ഇരട്ടിയായി തിരിച്ചു കിട്ടുന്ന വർഷമാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ മുന്നറിയിപ്പ് കൂടിയുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എപ്പോഴും വിശ്വസിച്ചവരിൽ നിന്ന് ചതി പറ്റാറുണ്ട്. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ കണ്ണും കാതും തുറന്നു വെക്കണം. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. കരാറുകളും രേഖകളും കൃത്യമായി വായിച്ചു നോക്കി മാത്രം ഒപ്പുവെക്കുക. തൊഴിൽ മേഖലയിലെ ഈ ഉണർവ് നിങ്ങളുടെ സാമ്പത്തിക നിലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും.
കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയവരായിരിക്കും നിങ്ങളിൽ പലരും. വരവിനേക്കാൾ കൂടുതൽ ചിലവ് എന്നതായിരുന്നു നിങ്ങളുടെ അവസ്ഥ. എന്നാൽ 2026-ൽ കടങ്ങൾ ഓരോന്നായി വീട്ടി തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. പണം കയ്യിൽ നിൽക്കുന്ന അവസ്ഥ വരും. ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വന്തമായൊരു വീട് അല്ലെങ്കിൽ വാഹനം എന്ന സ്വപ്നം 2026-ൽ പൂവണിയാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തൊഴിൽ തന്നെ നിങ്ങളെ തേടിയെത്തും. തൊഴിലിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾക്കും തുല്യ പ്രാധാന്യം നൽകണം. തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെ കഴിവുള്ളവരാണ്. പക്ഷെ പലപ്പോഴും കുടുംബത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരാണ്. 2026-ൽ സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള അവസരങ്ങൾ തെളിയും. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന സംരംഭങ്ങൾ, ഓൺലൈൻ വഴിയുള്ള ജോലികൾ അല്ലെങ്കിൽ ട്യൂഷൻ, തയ്യൽ തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധിക്കും. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഓഫീസിൽ വലിയ അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ കഴിവ് കണ്ട് അസൂയപ്പെടുന്നവരുണ്ടാകും, പക്ഷേ അവരൊന്നും നിങ്ങളെ ബാധിക്കില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 നിർണായകമായ വർഷമാണ്. പഠനത്തിൽ അലസത മാറും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് നല്ല സമയമാണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളെ അവരുടെ താൽപ്പര്യത്തിന് വിടുക. അവരെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കരുത്. അവരുടെ ബുദ്ധിശക്തി അപാരമാണ്. അത് ശരിയായ വഴിക്ക് തിരിച്ചുവിട്ടാൽ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും തൃക്കേട്ട നക്ഷത്രക്കാർ 2026-ൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നിങ്ങളുടെ ദേഷ്യം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യം തൊഴിൽ സ്ഥലത്ത് കാണിക്കരുത്. മേലുദ്യോഗസ്ഥരോടോ സഹപ്രവർത്തകരോടോ തർക്കിക്കാൻ പോകരുത്. മൗനം വിദ്വാനുഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ? 2026-ൽ ചില സമയങ്ങളിൽ മൗനം പാലിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർ നിങ്ങളെ പ്രകോപിപ്പിക്കും. ആ കെണിയിൽ വീഴരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഫലം തനിയെ വന്നോളും. രണ്ടാമതായി ആരോഗ്യം. തൊഴിലിൻ്റെ തിരക്ക് കാരണം ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകരുത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നാഡീ സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അലർജി വരാൻ സാധ്യതയുണ്ട്. 2026-ൽ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ചികിത്സ തേടണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലമാക്കുക. നല്ല ഉറക്കം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ജോലിഭാരം കൂടുമ്പോൾ അതിനനുസരിച്ച് വിശ്രമവും വേണം. കുടുംബജീവിതത്തെക്കുറിച്ച് കൂടി പറയാതെ ഈ വീഡിയോ പൂർണ്ണമാകില്ല. കാരണം മനസ്സ് ശാന്തമാണെങ്കിലേ തൊഴിലിൽ തിളങ്ങാൻ പറ്റൂ. 2026-ൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ദമ്പതികൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മാറും. തെറ്റിദ്ധാരണകൾ നീങ്ങും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പലപ്പോഴും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. എന്നാൽ 2026-ൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കും. നിങ്ങളുടെ തിരക്കുകൾക്ക് അവർ പിന്തുണ നൽകും. മക്കളുടെ കാര്യത്തിൽ സന്തോഷിക്കാൻ വകയുണ്ടാകും. മറ്റൊരു പ്രധാന കാര്യം, 2026-ൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും. അത് തൊഴിൽ സംബന്ധമായ യാത്രകളാകാം. ഈ യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പുതിയ സ്ഥലങ്ങൾ കാണുന്നതും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും നിങ്ങളുടെ കരിയറിന് ഗുണം ചെയ്യും. ഇനി ഈ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കാനും ദോഷങ്ങൾ മാറാനും നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിദേവത ഇന്ദ്രനാണ്. നക്ഷത്രനാഥൻ ബുധനും. ഒന്നാമതായി, ബുധനാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ബുദ്ധി തെളിയാനും തൊഴിൽ തടസ്സങ്ങൾ മാറാനും സഹായിക്കും. രണ്ടാമതായി, പച്ച നിറം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ, അതായത് ഇൻ്റർവ്യൂവിനോ ബിസിനസ് മീറ്റിങ്ങിനോ പോകുമ്പോൾ ഒരു പച്ച തൂവാലയെങ്കിലും കയ്യിൽ കരുതുക. മൂന്നാമതായി, വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് പുസ്തകങ്ങളോ പഠനോപകരണങ്ങളോ വാങ്ങി നൽകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ പുണ്യമാണ്. അത് നിങ്ങളുടെ തൊഴിൽ ദോഷങ്ങൾ മാറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, 2026 എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള വർഷമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെന്ന് പറയുന്നത് കേട്ടാൽ കേൾവി കേൾപ്പിക്കുന്നവരാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട്. അതായത് പ്രശസ്തിയിലേക്ക് ഉയരാൻ യോഗമുള്ളവരാണ്. ആ യോഗം 2026-ൽ തെളിയും. നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലമാണ് ഈ വർഷം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഒരുപക്ഷെ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അത് കണ്ട് ഭയപ്പെടരുത്. അത് വലിയൊരു കുതിപ്പിന് മുൻപുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ്. പലപ്പോഴും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തോന്നിയിട്ടുണ്ടാകും, എനിക്ക് മാത്രം എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പാട് എന്ന്. ദൈവം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ്. ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വിജയത്തിലേക്ക് അടുക്കുകയാണ്. 2026-ൽ നിങ്ങളുടെ പേര് ഉയരങ്ങളിൽ കേൾക്കും. സമൂഹം നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ മൃഗം കേഴമാനാണ്.
അതുകൊണ്ട് മൃഗങ്ങളെ ഉപദ്രവിക്കരുത്. അവരോട് കരുണ കാണിക്കുക. പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഈ വീഡിയോ കാണുന്ന തൃക്കേട്ട നക്ഷത്രക്കാരായ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: ആത്മവിശ്വാസം കൈവിടരുത്. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ കഴിവ് അപാരമാണ്, അത് പുറത്തെടുക്കുക. 2026 അവസരങ്ങളുടെ വർഷമാണ്. വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. അത് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. മടി പിടിച്ചിരിക്കരുത്. നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ തുടങ്ങുക. വിജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് നിങ്ങളൊരു നക്ഷത്രമായി തിളങ്ങും. സഹപ്രവർത്തകർക്ക് നിങ്ങളൊരു മാതൃകയാകും. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് സ്നേഹത്തോടെ പെരുമാറുക. കാരണം അധികാരത്തിൻ്റെ അഹങ്കാരം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പാടില്ല. അത് നിങ്ങളെ ദോഷം ചെയ്യും. എളിമയോടെ പെരുമാറിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനം ഇരട്ടിയാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തൊഴിലില്ലാത്തവർക്ക് മികച്ച ജോലി ലഭിക്കും. ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. വിദേശയോഗം തെളിയും. വിദേശത്ത് സ്ഥിരത ലഭിക്കും. ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാകും. സാമ്പത്തിക ബാധ്യതകൾ തീരും. ഇത് ഒരു പൊതുവായ പ്രവചനമാണ്. ഓരോരുത്തരുടെയും ജാതകത്തിലെ ദശാകാലങ്ങൾ അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. എങ്കിലും പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 അനുഗ്രഹ വർഷം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്തു വയ്ക്കുന്നത്. പഴയ വിഷമങ്ങളെല്ലാം മറന്ന് പുതിയ പ്രതീക്ഷയോടെ 2026 വരവേൽക്കുക. ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ അറിവുകൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അവർക്കും ഇതൊരു വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകും. നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് വലിയൊരു പുണ്യമാണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയുമാണ് ഈ ചാനലിൻ്റെ ഊർജം. 2026 തുടക്കത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വേണ്ടി അവരുടെ തൊഴിൽ തടസ്സങ്ങൾ മാറാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക വിഷ്ണു പൂജയും വഴിപാടും നടത്തുന്നുണ്ട്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരായ നിങ്ങൾക്ക് 2026 എല്ലാവിധ ഐശ്വര്യങ്ങളും തൊഴിൽ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.